ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി, അവൻ അല്ലാഹു എല്ലാം സൃഷ്ടിച്ചവനാണവൻ. അൽ ബാരിഉ, എല്ലാം തുടങ്ങിപ്പടച്ചവനാണവൻ. അൽ മുസവ്വിറു, എല്ലാ വസ്തുക്കൾക്കും ജീവജാലങ്ങൾക്കും എല്ലാറ്റിനും രൂപം കൊടുത്തവനാണ് അല്ലാഹു. ഷെയ്പ്പ്, വസ്തുക്കൾക്ക് ഷെയ്പ്പ് വലിയ അത്ഭുതല്ലേ? ഷെയ്പ്പ്ലെസ്. അപ്പൊ ഓറഞ്ച് ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ അവസാനം ഒരു കൊക്കയായിട്ട് വരികയാണ്. ഓറഞ്ചിന്റെ കോല അങ്ങനെ സങ്കല്പിക്കുക. ഒരു ഉദാഹരണം പറയാം. ബത്തക്ക എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ചുരുണ്ടിട്ടായിരിക്കും, ചിലത് വടിയായിട്ടായിരിക്കും, ചിലത് ഉരുണ്ടിട്ടായിരിക്കും. ഇങ്ങനെ ബത്തക്ക വരുന്നത് ഒരു കൃത്യമായ ഷെയ്പ്പില്ല. എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? എല്ലാ ഫ്രൂട്ട്സും കറുത്ത നിറാന്ന് വിചാരിക്കുക, ഒക്കെ അവക്കാഡോന്റെ പോലെ തോന്നുന്നു. എല്ലാ ഓറഞ്ചും ആപ്പിളും മുന്തിരിയും ഉറുമാമ്പഴം ഒക്കത്തിന് ഒരു നിറം, ഒക്കെ കറുപ്പ് ബ്ലാക്ക് ആയിരുന്നു എന്ന് വിചാരിക്കുക. വലിയ രസമുണ്ടാവോ? ഒരു ഓറഞ്ചൊക്കെ തുറന്ന അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇല്ലികൾ എത്ര കൃത്യമായും ആ വെള്ളം അതിന്റെ ഉള്ളിൽ നിന്ന് ഒലിച്ചിറങ്ങാത്ത വിധം കൃത്യമായ അറകൾ, കോടിക്കണക്കിന് അറകൾ. ഒരു മുസംബിയിലില്ലേ, നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അതൊക്കെ? ഒരു ഉറുമാമ്പഴത്തെ എങ്ങനെയാണ് അതിന്റെ സീഡുകൾ അള്ളാഹുവിനോട് അടുക്കൊതുക്കി വെച്ചത്, പൊട്ടാത്ത രീതിയിൽ അതിന്റെ ചിൽക്ക അല്ലെ, അതിന്റെ ആവരണം ഓരോന്നും. ആപ്പിളിന് അതിന്റെ ആ ഒരു നിറവും ഒരു രസമുള്ള രുചിയും അല്ലെ, പുളിയുള്ളതിന് അങ്ങനത്തെ ഒരു കളറും. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും പുളിയായിരിക്കും. പുളിയാവൂലേ എന്ന് ചോദിക്കൂലേ നമ്മൾ കണ്ടാൽ തന്നെ? ഇങ്ങനെ നിറവ്യത്യാസങ്ങളും രൂപവും കൊടുത്തത് നമ്മൾ സാധാരണ കാണുന്നതുകൊണ്ട് ചിന്തിക്കാറില്ല എന്ന് മാത്രം. ഇത് അള്ളാഹുവിന്റെ ഒരു ഖുദ്റത്തല്ലേ? ഫ്രൂട്ട്സിന്, വെജിറ്റബിൾക്കൊക്കെ പ്രത്യേകമായ നിറവും രൂപവും. അൽ മുസവ്വിർ, ആരാണ് ഈ രൂപം കൊടുത്തത്? അല്ലാഹു ജല്ല ജലാലു. പിന്നെ മൃഗങ്ങള്, പല ഭംഗിയുള്ള പക്ഷികള്, പല നിറത്തിലുള്ള മത്സ്യങ്ങള്, എന്തൊക്കെ ഭംഗിയുള്ളത്! സുബ്ഹാനല്ലാഹ്. അൽ മുസവ്വിർ, ഇതൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന്റെ മുസവ്വിർ എന്ന ഇസ്മിനെ ഓർമ്മ വരാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ചർച്ചയിൽ വരാം. അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അള്ളാഹു ഖാലിഖാണെന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു ഇത് ചേർത്തി പറഞ്ഞത്. അള്ളാഹ് വെറുതെ അങ്ങോട്ട് പടച്ചിട്ടു എന്നല്ല. ഇപ്പൊ മിനിമം നമ്മൾ പൊറാട്ട ചൂടുകയാണെങ്കിൽ അത് വട്ടം ശരിയായിട്ടില്ലെങ്കിൽ ഇവർക്ക് ജോലി സ്ഥിരം കിട്ടൂല. അവിടെ മലയാളി പറഞ്ഞേക്കും, പൊറാട്ടൊക്കെ സംഭവം ശരിയാ, പക്ഷെ കോലായി വരുന്നില്ല എന്ന് പറയും ഇല്ലേ, വട്ടം ശരിയാവണില്ല. അത് ഇടയ്ക്കൊരു ഓട്ട കാണും, അല്ലെങ്കിൽ ഒന്ന് കോണായിട്ട് പോകും. നമ്മൾ ഉണ്ടാക്കുന്നത് പോലും നമ്മൾ ആ ഷേപ്പ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഓരോന്നിന്റെയും. ചില വണ്ടികൾ പറയല്ലേ, ചില കമ്പനികൾ വണ്ടി ഇറക്കിയ പുതിയ വണ്ടി സംഭവമൊക്കെ ശരി, ബാക്ക് തീരെ രസമായിട്ടില്ല, അതിൻ്റെ ഗുമ്മ കിട്ടിയിട്ടില്ല. ഒരു ഡിസൈനർ എത്ര തല ഉണ്ടാക്കിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മളൊരു അഭിപ്രായം പറയുമ്പോഴേക്കും ആ വണ്ടിയുടെ ഇത് കഴിഞ്ഞതിന്റെ ആ ഒരു നമ്മുടെ ഒരു സ്കെയിലിംഗ് ഉണ്ടാവില്ലേ ഏതൊരു കാര്യത്തിനും. രൂപത്തിനും ഭംഗിക്കും മനുഷ്യൻ വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു. അൽ ഖാലിഖുൽ ബാരി. അൽ ബാരിയും ഖാലിഖും രണ്ടും സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്ന അള്ളാഹുവിന്റെ വിശേഷണമാണ്. രണ്ടും തമ്മിലെ വ്യത്യാസം ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ആ ഇസ്മ വരുമ്പോൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അള്ളാഹു സൃഷ്ടിപ്പ് ചെയ്തവനാണ്. പിന്നെ പറഞ്ഞു അൽ മുസവ്വിറു, അതെങ്ങനെങ്കിലും ഉണ്ടാക്കല്ല, അതിനൊരു രൂപം കൊടുത്തവനാണ് അള്ളാഹു. കൃത്യമായ രൂപം. ദ ഫാഷനർ, ദ ഡിസൈനർ, അള്ളാഹുവാണ് അതിന്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ലഹുൽ അസ്മാഉൽ ഹുസ്നാ, ആ അള്ളാഹുവിനാണ് എല്ലാ ഇസ്മുകളും അള്ളാഹുവിനുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെതാണ്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വതും, മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിലുള്ള സർവ്വതും, യുസബ്ബിഹു ലഹു, അള്ളാഹുവിന്റെ മഹത്വം ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ നീ മഹോന്നതനാണ്, അള്ളാഹുവേ നീ ഖാലിഖാൻ. സുബ്ഹാനല്ലാഹ്. ചില കാര്യങ്ങൾ, ആ ഒരു പൂച്ച കണ്ടില്ലെങ്ങനെ ഒരു മുസാഫിന്റെ മുകളിൽ ചവിട്ടാതെ കിടക്കുന്നത്, ഇതൊന്നും ഒരു മാജിക് എന്ന് പറയാൻ വയ്യല്ലോ. അത് ആ ജീവിയുടെ ഒരു ഇൻസ്റ്റിങ്റ്റീവ്, അള്ളാഹു അതിന്റെ ഉള്ളിൽ കൊടുത്ത ഒരു ബോധമാണത്. ഒന്നുമില്ല, മനുഷ്യന്മാരെങ്കിലും ഇത് ബഹുമാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടേ. ഇനി അത് ചവിട്ടിപ്പോയെന്ന് വിചാരിക്കുക, ആ പൂച്ചയെ സംബന്ധിച്ച് അതൊരു തെറ്റല്ല. അത് ആക്കിലും ബാലികല്ല, മനുഷ്യനല്ല, അത് മനുഷ്യന്മാരോടാണ് അള്ളാഹുവിന്റെ തക്ലീഫ്. പക്ഷേ ചില ജീവികളെ കൊണ്ട് അള്ളാഹു നമുക്കത് കാണിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, നിങ്ങൾക്കറിയുന്നതും അറിയാത്തതുമായ പ്രപഞ്ചത്തിലെ സർവ്വതും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താ നേരത്തെ കടന്നുറങ്ങണത്? നിങ്ങൾ എഴുന്നേൽക്കണില്ലേ? സൂര്യോദയമാകുമ്പോഴേക്കും അതിന്റെ മുമ്പ് ജീവജാലങ്ങൾ ഉണർന്നു, ആടും മാടുകളും ഉണർന്നു, അതിന്റെ കൂടുകളിൽ അനക്കം തുടങ്ങി. നിങ്ങൾ എന്താ കൂർക്കം വെച്ച് ഉറങ്ങന്നെയാണോ? നിങ്ങൾ ആ നേരത്തെ എന്തേ ഉണരാത്തത്? യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, സൂര്യൻ അള്ളാഹ് പറഞ്ഞ സമയത്ത് ഉദിക്കുകയാണ്. കൃത്യമായ അള്ളാഹുവിന്റെ കൃത്യമായ കണക്ക് പ്രകാരമാണ് സൂര്യൻ ചലിക്കുന്നത്. സൂര്യൻ പറയാം, ഞാൻ 10 ലേറ്റ് ആവട്ടോ, ലോകത്ത് എന്തെല്ലാം വിഷയങ്ങൾ തകരാറിലാവും.
നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ സൂര്യൻ അതുണ്ടാവുമല്ലോ, ഏതായാലും സൂര്യൻ നമ്മൾ ചിന്തിക്കില്ല. ആരെങ്കിലും ആലോചിക്കണ്ട, റബ്ബേ നാളെ സൂര്യ ഉദിക്കോ, ആ ടെൻഷൻ അടിക്കണില്ലല്ലോ. നാളെ 10 മണിക്ക് എന്താ പരിപാടി നമ്മൾ ആലോചിക്കണത്. കാരണം ഭൂമിയും പ്രപഞ്ചവും ഗോളങ്ങളും അത് ഒരുത്തൻ ഖയ്യൂമായ അല്ലാഹു ജല്ല ജലാലു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ടെൻഷൻ അടിക്കണം, ഇതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. നിങ്ങൾ എന്നെ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. നിങ്ങൾ നിങ്ങളുടെ ഈ രക്ഷിതാവിനെ തസ്ബീഹ് ചൊല്ലുകയും തഹ്ലീൽ ചൊല്ലുകയും തക്ബീർ ചൊല്ലുകയും ചെയ്ത് വണങ്ങേണ്ടവരാണ്. നിങ്ങൾ അതിനാണ് ഞാൻ ഇവിടെ പറഞ്ഞയച്ചത്. നിങ്ങളൊരു സവിശേഷമായ സൃഷ്ടിയാണ്. നിങ്ങളെപ്പോലെ ബുദ്ധിയും കഴിവുമുള്ള ഒരു ജീവിയും ഈ പ്രപഞ്ചത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ ഞാൻ തസ്ഖീർ എല്ലാം നിങ്ങൾക്ക് ഞാനിവിടെ ഉടമപ്പെടുത്തി തന്നില്ലേ, നിങ്ങൾക്ക് വേണ്ട വിധം ഇത് കൈകാര്യം ചെയ്യാൻ, അല്ലേ? സുബ്ഹാനല്ലാഹ്. സ്പേസിലേക്ക് പോയി ഇമാറാത്തിയ ഹസാൽ മൻസൂരി, അല്ലേ? ഒരു വലിയ സംഭവം നടന്നു. ഭൂമിക്ക് മുകളിലേക്ക് ചെന്ന് ഭൂമിയെ കാണുകയും ഭൂമിയിലുള്ള ആളുകളോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തൊരു വലിയ വാർത്തയാണ്. നോക്കണം, അല്ലാഹു തആല പ്രപഞ്ചത്തെ മനുഷ്യന് കീഴടക്കാൻ ഈ ചെറിയ മനുഷ്യന് അള്ളാഹുവിന് അവസരം. ഇതിനാണ് തസ്ഖീർ, സബ്ജക്ഷൻ എന്ന് പറയുന്നത്. ഇത് അള്ളാഹു പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. മനുഷ്യന് ഇതെല്ലാം ഉടമപ്പെടുത്താൻ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അവനല്ലേ അധികാരി. നമ്മൾ പറയില്ലേ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് ചെന്നപ്പോ അടിമയായിട്ട് മഹാനവറുകളെ കൊണ്ടുപോയപ്പോ ചെറിയ കുട്ടിയാണ്, അല്ലേ? ആ കുട്ടിയെ ആര് വാങ്ങി? അസീസു മിസ്ര ബിദറാഹിമ മഅദൂദ ബിദറാഹിമ ബഖ്സിൻ. വളരെ ചെറിയ കുറച്ച് കാശ് കൊടുത്തിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഈജിപ്തിന്റെ അസീസു മിസ്ര, ഈജിപ്തിന്റെ അസീസ് വാങ്ങിയെന്ന് പറയാ. അപ്പൊ അവിടെ അർത്ഥം കൊടുക്കുക? അസീസ് എന്ന് പറഞ്ഞ ആളല്ല, അത് ഈജിപ്തിന്റെ ഗവർണർ, ഈജിപ്തിന്റെ ഭരണാധികാരി വാങ്ങിയെന്ന. അസീസ് എന്ന് പറഞ്ഞാൽ അധികാരി എന്നാണ് അർത്ഥം. അധികാരിക്കാണ് ഇസ്സത്ത്. മേലക്കുന്ന ആൾക്കല്ല ഇസ്സത്ത്. താൻ നിൽക്കുന്ന ആളെക്കാളും കൂടുതൽ ഇസ്സത്ത് ആർക്കാണ്? മീതുള്ള ആൾക്കാണ്. അൽ അസീസ്, അള്ളാഹു അധികാരിയാണ്, അള്ളാഹു ഇസ്സത്തുള്ളവനാണ്. അൽ ഹക്കീം, അള്ളാഹു ഹിക്മത്തുള്ളവനാണ്. അവൻ ചെയ്യുന്നതിനെല്ലാം ചില യുക്തികളുണ്ട്. ചിലത് നമുക്ക് മനസ്സിലാവും, ചിലത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഹിക്മത്തുകൾ ഓരോന്നിലും, ചെറിയ മക്കളിൽ മുതൽ വലിയവരിൽ മുതൽ ഓരോന്നിലും ആ ഹിക്മത്ത് ഓരോ ദിവസത്തെയും ജീവിതത്തിലൂടെ നമുക്കിങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയുസ് കിട്ടുന്നത് ഖൈറാൻ. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസലുഹ അമലുഹു. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ദീർഘായുസുണ്ടാവുകയും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞവരുമാണ്. നമ്മൾ പറയില്ലേ, കുറച്ചും കൂടെ കാലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് അതുകൂടെ പഠിച്ചെടുക്കാമായിരുന്നല്ലോ, ഒന്നുകൂടെ മനസ്സിലാക്കാമായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് തിരിഞ്ഞിട്ട് മരിച്ചാൽ മതിയായിരുന്നു. മഹാന്മാരൊക്കെ മരിക്കണ നേരത്ത് കടന്നപ്പോഴേ മീറാസിന്റെ അനന്തരാവകാശത്തിന്റെ ചില സംശയങ്ങൾ, അതല്ല ഭയങ്കര കുഴക്കുന്ന മസലകൾ ഉണ്ടാവും അനന്തരാവകാശ നിയമങ്ങളിൽ. അവർ മഹാനുഭാവൻ മരിക്കുമ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഇന്നാലിന്ന അവരുടെ ഈ ഘട്ടത്തിൽ എത്രയായിരിക്കും അവരുടെ മീറാത്ത്? അപ്പൊ ചോദിച്ചു, ഷെയ്ഖ് അവറുകളെ, നിങ്ങൾ മരിക്കാൻ സഖറാത്തിലല്ലേ, ഐസിയുലൊക്കെ കിടക്കുക എന്നൊക്കെ പറഞ്ഞ പോലുള്ള അല്ലേ, നിങ്ങൾ സഖറാത്തിൽ കിടക്കല്ലേ, ഈ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇങ്ങനെ ദിക്റും ചൊല്ലി മിണ്ടാണ്ടിരുന്നാ പോരെ, നിങ്ങൾ മസ്അല പഠിക്കാനിരിക്കുകയാണോ? അപ്പൊ ചോദിച്ചു, ഞാൻ ആ ഇൽമ് അറിഞ്ഞിട്ട് മരിക്കലല്ലേ, ആ ഒരു ഇൽമ് ജാഹിലായിട്ട് മരിക്കുന്നേക്കാളും ഖൈർ. ഞാൻ ആ ഇൽമ അറിഞ്ഞിട്ട് മരിക്കലല്ലേ, അതുകൊണ്ട് പറഞ്ഞു തരേൻ, ഞാനത് കേട്ടിട്ട് മരിച്ചോളാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു, അങ്ങനെയാണ്, ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇൽമുണ്ടായിരുന്നെങ്കിൽ, മുജാലസത്തുൽ ഉലമ, ആലിമീങ്ങളുടെ കൂടെ ഇരുന്ന് ഇൽമ കേൾക്കാൻ അവസരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം? എനിക്ക് വേണ്ട, എനിക്ക് മടുത്തിരിക്കുന്നു എന്നൊക്കെ മഹാനായ സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച മുആദ് തങ്ങളെ കുറിച്ച് ഖുതുബ ഉണ്ടായിരുന്നു, അല്ലേ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അളമത്ത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് ആയുസ്സിൽ ബറക്കത്തും സലാമത്തും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയാത്ത എന്ന് പറയും കവിതയിൽ അറബികൾ, അല്ലെ? നിങ്ങൾ അറിയാത്തത് കാലം നിങ്ങൾക്ക് അറിയിച്ചു തരും. നിങ്ങൾ ഒരു പൈസയും കൊടുക്കാതെ നിങ്ങൾ വളർത്താത്ത മക്കളിലൂടെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ അറിയാത്തത് അറിയാൻ പറ്റും. നിങ്ങളുടെ മക്കൾ പറഞ്ഞു തന്നിട്ടല്ല, പക്ഷേ നിങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് നന്മകൾ കേൾക്കാൻ കഴിഞ്ഞേക്കാം. നിങ്ങൾക്കറിയാത്തത് കാലം നിങ്ങൾക്ക് തെളിയിച്ചു തരും.
മുസവ്വിദി. അള്ളാഹുവിനോട് ആയുസ്സിൽ ബറക്കത്തിനും ആഫിയത്തിനും നമ്മൾ ദുആ ഇറക്കുക. അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾ, ബന്ധുക്കൾ, ഉസ്താദുമാർ, നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ ഇൽമു പഠിക്കുന്നവര്, നമ്മുടെ സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അള്ളാഹുവിന്റെ അളമത്തും അള്ളാഹുവിന്റെ ജലാലിയത്തും മനസ്സിലാക്കി അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ സംബന്ധിച്ചുള്ള പരിപൂർണമായ അറിവുണ്ടായി അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മൻ അഹ്സാഹ ദഖലൽ ജന്ന എന്ന ആ ഒരു ഇഹ്സാഇന്റെ ഇൽമു അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.